ഹലോ എക്സാമിനർ ക്ലാസ് 8 ഫാമിലി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ NMMSനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്താണ് സിലബസ്, എപ്പോഴാണ് പരീക്ഷ, ഏതുവരെ അപേക്ഷിക്കാം, ലാസ്റ്റ് ഡേറ്റ് എന്നാണ് അല്ലേ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാറ് വളരെ വിശദമായിട്ട് തന്നെ എന്ത് ചെയ്തിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിന് നിങ്ങൾക്ക് സ്കൂൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഒക്കെ എന്ത് ചെയ്യാം, ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപേക്ഷിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇതിന് പറ്റാത്തവർ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവരോ എന്തെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ അടുത്തൊന്നും അക്ഷയ സെൻറ്ററുകളില്ല, ഓൺലൈൻ സർവീസ് സെൻറ്ററുകളില്ല, സ്കൂളിൽ നിന്ന് അതിനുള്ള സൗകര്യമില്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അപേക്ഷ സമർപ്പിക്കേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബാച്ച് ഉണ്ട് അല്ലേ, NMMSൻ്റെ ഫൈറ്റർ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു സ്കോളർഷിപ്പ് വർഷം 12,000 രൂപ കിട്ടുന്ന 9, 10, +1, +2 കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് 12,000 രൂപ വെച്ച് 48,000 രൂപ വരെ കിട്ടുന്ന സ്കോളർഷിപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സജ്ജരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ച് ഉള്ളത്, NMMS ഫൈറ്റർ ബാച്ച്. അതിന് എന്ത് ചെയ്യേണ്ട, ഫീ ഒന്നും നിങ്ങൾ അടക്കേണ്ടതില്ല. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള. അതിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിലൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഈ QR എന്ത് ചെയ്യുക, നിങ്ങൾ സ്കാൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ തന്നെ വീഡിയോ പൗസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഇത് ഓൺലൈനായി അപ്ലൈ ചെയ്യുക എന്നുള്ളത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഹൗ ടു അപ്ലൈ ഫോർ NMMS സ്കോളർഷിപ്പ്. പലരും സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ എന്ത് ചെയ്യണം, NMMS സ്കോളർഷിപ്പ് 2024 അപ്ലൈ ഓൺലൈൻ എന്ന് എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്താൽ ആദ്യം തന്നെ വരുന്ന സൈറ്റ് ഇതായിരിക്കും, NMMSE എന്ന് പറയുന്ന .kerala.gov.in എന്ന് പറയുന്ന ആ ഒരു സൈറ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, കാണുക. ഫസ്റ്റിൽ തന്നെ ആദ്യം തന്നെ ഈ ഒരു സൈറ്റ് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കയറുക. ആ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അവരുടെ വെബ് പേജ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഇവിടെ വലതുവശത്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. സാർ കാണിച്ചു തരാം, വലുതാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ച അടിച്ച് ലോഗിൻ ചെയ്യണം. അത് ലോഗിൻ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് യൂസർ നെയിമും പാസ്വേഡൊക്കെ കിട്ടണ്ടേ. അതിന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ നൗ എന്ന് പറയുന്ന താഴെയുള്ള ഈ റെഡ് കളറിലുള്ള ഈ ലിങ്ക് വഴി എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേര് അടിക്കാൻ വേണ്ടി പറയും. നിങ്ങളുടെ സ്കൂൾ രജിസ്റ്ററിലുള്ള പോലെ തന്നെ നോക്കൂ, ദ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഷുഡ് ബി സെയിം ആസ് ഇൻ ദി സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ. പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ എങ്ങനെയാണോ, നിങ്ങളുടെ ആധാർ കാർഡിൽ എങ്ങനെയാണോ എന്നുള്ളതല്ല, നിങ്ങളുടെ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയുള്ളതെന്നല്ല, അതെല്ലാം സെയിം ആയിരിക്കണം അല്ലേ, അതെല്ലാം കറക്റ്റ് ആയിരിക്കണം. സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൽ എങ്ങനെയാണോ അതേ പ്രകാരം എന്ത് ചെയ്യണം, നിങ്ങളിവിടെ പേരടിക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു, ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID കൊടുക്കുന്നു. നിങ്ങളുടെയൊക്കെ ഫോണിൽ ഇമെയിൽ ID ഉണ്ടാവും. ഓക്കെ, ആ Gmail എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID കാണാൻ വേണ്ടി സാധിക്കും. ആ ഇമെയിൽ ID നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങളുടെ കറൻറ്റ് മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുന്നു. ആ മൊബൈൽ നമ്പർ ഒരു തവണ കൂടി അടിച്ചത് കൺഫേം ചെയ്യുന്നു, എന്നിട്ട് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, രജിസ്റ്റർ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും, ആർ യു ഷുവർ ടു രജിസ്റ്റർ ചെയ്യാൻ റെഡിയാണോ, തയ്യാറാണോ. ദ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആർ നോട്ട് അലൗഡ് ടു മോഡിഫൈ. ഈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് തിരുത്താൻ വേണ്ടി പറ്റില്ല. അതായത് ഈ പേരോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ഇമെയിൽ IDയോ മൊബൈൽ നമ്പറോ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരുത്താൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഒന്നുകൂടി കൺഫേം ചെയ്യണം എന്നാണ് ആ വെബ് പേജ് കാണിച്ചു തരുന്നത്. നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ അടിക്കുക, ബാക്കോട്ട് പോവുക. അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഇതിൽ എന്തുണ്ടാവും, നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെയിം ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്നുള്ളത് ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ടാവും, കാണിക്കുന്നുണ്ടാവും ഈ ഒരു പേജിൽ. ഓക്കെ, നമ്മുടെ പേര് ഇത് തന്നെയാണോ, ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണോ എന്ന് നമുക്ക് ചോദിക്കും. അത് ചോദിച്ച് കൺഫേം ചെയ്തതിനു ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ റെഡി, യെസ് റെഡി സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൂടി വരും. ഡിയർ അപ്ലിക്കൻറ്റ്, യുവർ NMMSE 2024 രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം യൂസിങ് ക്രെഡൻഷ്യൽ. ആ ആപ്ലിക്കേഷൻ ഫോം നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഒരു യൂസർ നെയിം തന്നിട്ടുണ്ടാവും, പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു പാസ്വേഡും, കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂസർ നെയിമും അതുപോലെ ഒരു പാസ്വേഡും നിങ്ങൾക്ക് എന്ത് ചെയ്യും, തന്നിട്ടുണ്ടാവും. മിക്കവാറും ഈ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കും. നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ യൂസർ നെയിം. പാസ്വേഡ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്. അത് പല രൂപത്തിലുള്ള പേരുകളൊക്കെ, ഇപ്പോൾ ഷെമി മറ്റ് 1 2 3 അങ്ങനെയുള്ള ഒരു പാസ്വേഡ് ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓക്കെ നിൽക്കുന്നു. വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ആ മെയിൻ ഹോം പേജിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഓക്കെ,
വീണ്ടും ഈ ഹോം പേജിലേക്ക് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം, യൂസർ നെയിമും പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യണം. ഓക്കെ, യൂസർ നെയിം അടിക്കുന്നു, പാസ്വേഡ് അടിക്കുന്നു. ഇതിൽ കാണുന്ന പോലെ ക്യാപ്ച എന്ത് ചെയ്യും, നമ്മൾ ക്യാപിറ്റലും സ്മോളൊക്കെ നോക്കി കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ആ ക്യാപ്ച അടിക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ പറയാം ഇപ്പം തന്ന പാസ്വേഡ് മാറ്റണം എന്നാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അടിച്ചില്ലേ ഒരു പാസ്വേഡ്, ഞങ്ങൾ തന്നില്ല ഒരു പാസ്വേഡ്, അത് മാറ്റിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ പാസ്വേഡ്, എക്സിസ്റ്റിംഗ് പാസ്വേഡ്, കമ്പ്യൂട്ടർ തന്ന പാസ്വേഡ് നമ്മൾ ഇവിടെ അടിക്കണം. എന്നിട്ട് പുതിയ പാസ്വേഡ് 2 തവണ അടിക്കണം. അപ്പോൾ പുതിയ പാസ്വേഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 8 ലെറ്റർ ഉണ്ടാവണം കേട്ടോ, 8 അക്ഷരങ്ങൾ ഉണ്ടാവണം. ആ 8 എണ്ണത്തിൽ എന്ത് ചെയ്യണം, ഈ @ #, അതുപോലെ നമ്പേഴ്സ്, അതുപോലെ ലെറ്റർ അല്ലേ, ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് നിങ്ങൾ പാസ്വേഡായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോഴേ അത് ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോഴേ ഇത് ചേഞ്ച് എന്നുള്ള ആ സംഭവം വർക്കാവുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളുടെ പേര്, ഇപ്പോൾ എൻ്റെ പേര് ഷമീം എന്നല്ലേ, യെസ് ഷമീം @123 ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്വേഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലെല്ലാം ഉണ്ടാവും, നമ്പർ ഉണ്ടാവും, അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്, ലെറ്റർ ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്, ക്യാപിറ്റലും സ്മോൾ ലെറ്ററും എല്ലാം ഉണ്ടാവണം കേട്ടോ. അതാണ് പാസ്വേഡൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പാസ്വേഡ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ചേഞ്ച് കൊടുക്കുന്നു. ചേഞ്ച് കൊടുത്താൽ വീണ്ടും ചേഞ്ച് ചെയ്യുന്നത് ഷുവർ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, സക്സസ് എന്ന് കാണിക്കുന്നു. യുവർ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ്, പ്ലീസ് ലോഗിൻ വിത്ത് യുവർ ന്യൂ പാസ്വേഡ്. ന്യൂ പാസ്വേഡ് വെച്ച് വീണ്ടും ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ വീണ്ടും നമ്മൾ ആ ബാക്കിലേക്ക് തന്നെ, ഹോം പേജിലേക്ക് തന്നെ വരും അല്ലേ. ഇതൊരു പ്രോസസ്സാണല്ലോ, അത് വളരെ എന്താ പറയുക, ടൈറ്റ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഒരു സൈറ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ യൂസർ നെയിം അടിക്കുന്നു, പുതിയ പാസ്വേഡ് അടിക്കുന്നു, ക്യാപ്ച അടിക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പേജായി. ഓക്കെ, പുതിയ പേജിൽ ഇവിടെ ഇതുപോലെ ഒരു ഫോട്ടോ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഫോട്ടോ അല്ല, ഇതുപോലെ ഒരു ഫോട്ടോ ഉണ്ടാവും, നമ്മുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ തന്നിട്ടുണ്ടാവും, മൊബൈൽ നമ്പർ, നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ കാണിക്കും, നമ്മളുടെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി അവിടെ കാണിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് വരും. ഇത്രയും പേജിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട്, ഫില്ല് ചെയ്യാണ്ട്, ഈ വലതുവശത്ത് കാണുന്നതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്, ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം, റീസെൻറ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് കൊടുക്കണം, ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കണം, ഫൈനൽ കൺഫർമേഷൻ നടത്തണം, പിന്നെ നമ്മുടെ സ്കൂൾ അതോറിറ്റി അത് അപ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രിൻസിപ്പൾ ഒക്ടോബർ 25 അപ്രൂവ് ചെയ്താൽ ഇവിടെയും പച്ചട്ടിക്ക് വരും. ഇത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ പച്ചട്ടിക്ക് ഇങ്ങനെ വരും. ഏറ്റവും അവസാനത്ത് മാത്രം തെറ്റായിരിക്കും, അത് നമ്മുടെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ HM ഹെഡ് മാസ്റ്റർ ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ എന്താ പറയുക ഘട്ടങ്ങളായിട്ട് നമുക്ക് ഈ ഒരു ഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ അപ്ലിക്കേഷൻ, ഈ ഒരു പേജിൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പേജിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി തന്നിട്ടുണ്ടാവും, പേര് തന്നിട്ടുണ്ടാവും, ഇമെയിൽ ഐ ഡി ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ടാവും, മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ ഓൾറെഡി അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്. പിന്നെ അതിന് താഴെയായിട്ട് ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്ടാവും. അതുപോലെ അഡ്രസ്സ് അടിക്കാനുണ്ടാവും. നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് നമ്മുടെ സ്കൂളിലെ രജിസ്റ്ററിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ എന്ത് ചെയ്യുക, അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ ജില്ല ഏതാണെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ജില്ലകൾ 14 ജില്ലകളും വരും, ആ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ കാസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ ലിസ്റ്റ് വരും. ഓക്കെ, നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്നുള്ളത് കൊടുക്കുക. അതുപോലെ കാറ്റഗറി ഏതാണെന്നുള്ളതും ഇതുപോലെ സെലക്ട് ചെയ്യാനായിരിക്കും, അതും ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അത് പിന്നെ അത് കഴിഞ്ഞ് റിലീജിയൻ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്നുള്ളതും ലിസ്റ്റ് തരും. ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. പിന്നെ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഓർ നോട്ട്, അംഗവൈകല്യമുള്ള കുട്ടിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നോയിലായിരിക്കും കിടക്കുക. അംഗവൈകല്യമുള്ള കുട്ടിയാണ്, 40% കൂടുതൽ അംഗവൈകല്യം ഉണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, യെസ് കൊടുക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യും വേണം. ഓക്കെ, സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സേവ് ആൻഡ് പ്രൊസീഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ബേസിക് ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ വരും. എന്നിട്ട് അടുത്ത പേജിൽ അടുത്ത പരിപാടി എന്താ, നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഫോട്ടോ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ആ ഫോട്ടോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 150x200, 150 വിഡ്ത്തും 200 ഹൈറ്റും ഉള്ള ഫോട്ടോ ആയിരിക്കണം. പിക്സലിലാണ് കേട്ടോ. ഇത് ഫോട്ടോഷോപ്പൊക്കെ അറിയുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പിക്സൽ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും. ഇനി അതൊന്നും വേണ്ട, നമുക്ക് ഗൂഗിളിൽ പിക്സൽ ചേഞ്ചർന്നോ പിക്സൽ റെഡ്യൂസർന്നോ അങ്ങനെയൊക്കെ ഗൂഗിളിൽ ചെയ്യുന്ന ഒരുപാട് സൈറ്റുകൾ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് സൈസൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടി പറ്റും. 20 KB-ക്കും 30 KB-ക്കും ഇടയിലുള്ള സൈസിലുള്ള ഫോട്ടോ ആണ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 150 വിഡ്ത്തും 200 ഹൈറ്റും ആണ്. ആ രീതിയിൽ ഫോർമാറ്റുള്ള ഒരു ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയിൽ വേറെ മറ്റു
എഴുത്തൊന്നും ഉണ്ടാവാൻ പാടില്ല. താഴെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും. ചില ആളുകളുടെ ഫോട്ടോയിലൊക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോ ഉണ്ടാവും അല്ലേ, എന്നിട്ട് താഴെ എന്ത് ചെയ്യും, പേരും ഡേറ്റൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഫോട്ടോസൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതൊന്നും പറ്റൂല, പ്ലെയിൻ ഫോട്ടോ ആയിരിക്കണം. ഓക്കെ, യെസ്. എന്നിട്ട് നമ്മൾ വീണ്ടും സേവ് ആൻഡ് പ്രൊസീഡ് അടിക്കുന്നു. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഫാമിലി ഡീറ്റെയിൽസ് ആയിരിക്കും. ഫാദേഴ്സ് നെയിം, അച്ഛൻ്റെ പേര് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അതും കൃത്യമായിട്ട് സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിലുള്ള പോലെ ടൈപ്പ് ചെയ്യാം. ഫാദേഴ്സ് ഒക്യുപ്പേഷൻ, എന്താണ് ജോലി എന്ന് ചോദിക്കുന്നുണ്ട്. കൂലിയാണോ അല്ലെങ്കിൽ ബിസിനസ്മാൻ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് എഴുതുക. ടീച്ചറാണെങ്കിൽ ടീച്ചർ എന്ന് എഴുതുക. മദേഴ്സ് നെയിം, അമ്മയുടെ പേരെന്താണെന്ന് അടിക്കുക. മദേഴ്സ് ഒക്യുപ്പേഷൻ, അമ്മയുടെ ജോലി എന്താണെന്ന് കൊടുക്കുക. അതുപോലെ ഗാർഡിയൻ, ആരാണ് ഗാർഡിയൻ എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഫാദർ ആണോ മദർ ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന് ചോദിക്കും. അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ആധാർ ടൈപ്പ്, ആധാർ പുതിയതായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ, ആധാർ നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പർ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആധാർ നമ്പർ എന്നുണ്ടാവും. ആ ആധാർ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മളോട് ആധാർ നമ്പർ അടിക്കാൻ വേണ്ടി പറയും. ആധാർ നമ്പർ ഒരു കാരണവശാലും തെറ്റിക്കരുത്. ഇതൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്കോളർഷിപ്പ് എമൗണ്ട് കയറൂല. ഓക്കെ, ആധാർ നമ്പറും പേരും ആധാറിലുള്ള പോലെ തന്നെ ആവണം പേര്. നമുക്ക് റിന്യൂ ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ പ്രശ്നമാവും. സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിലുള്ള പേരും നമ്മുടെ ആധാറിലുള്ള പേരും സെയിം ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് റിന്യൂ ചെയ്യുന്ന സമയത്തൊന്നും ഇത് നടക്കൂല, വർക്കാവില്ല. ഓക്കെ, യെസ്. അങ്ങനെ നമ്മൾ ആധാർ നമ്പർ അടിക്കുന്നു. ആനുവൽ ഇൻകം, വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റിൽ എത്രയാണോ ഉള്ളത് അത് അതേപടി എഴുതുക. ഓക്കെ, 48,000 അല്ലെങ്കിൽ 95,000 1 ലക്ഷമോ എത്രയാണെന്ന് വെച്ചാൽ 3.5 ലക്ഷം വരെ പോവാം. ഓക്കെ, ആ ഒരു ആനുവൽ ഇൻകം നമ്മൾ എഴുതുന്നു. ആ ആനുവൽ ഇൻകം PDF-ൻ്റെ രൂപത്തിലുള്ള ആ ഒരു ഫയൽ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ അതിങ്ങനെ കാണിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ ഇവിടെ കാണിക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, സേവ് ആൻഡ് പ്രൊസീഡ് അടിക്കുന്നു. അപ്പോൾ ഈ ഒരു PDF ഫയൽ 100 KB ആട്ടോ. ഫയൽ ഷുഡ് ബി ഇൻ PDF ഫോർമാറ്റ് ആൻഡ് മാക്സിമം അലൗഡ് സൈസ് 100 KB. 100 KB-യിൽ കവിയാത്ത ഒരു ഫയലായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ്. അത് നമ്മുടെ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ അടുത്ത് നമ്മളോട് ചോദിക്കുന്നത് കാൻഡിഡേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് ആണ്. നമ്മളിപ്പോൾ പഠിക്കുന്നതും കഴിഞ്ഞ വർഷം പഠിച്ചതുമായ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പറയും. 7th സ്റ്റാൻഡേർഡ് സ്കൂൾ ഡീറ്റെയിൽസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ സ്കൂൾ ഡീറ്റെയിൽസ് എന്താണ്, നമ്മൾ 7ാം ക്ലാസ്സിൽ എവിടെയാണോ പഠിച്ചത് അവിടുത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ജില്ല ഏതാണ്, നമ്മൾ ഏത് ജില്ലയിലാണ് 7ാം ക്ലാസ് പഠിച്ചത്, എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ വിദ്യാഭ്യാസ ജില്ല ഏതായിരുന്നു എന്ന് കൊടുക്കുക. അതുപോലെ സ്കൂൾ ഇൻ വിച്ച് 7th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റഡ്, ഏത് സ്കൂളിലാണ് നമ്മൾ 7ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തത്, ഒരു ലിസ്റ്റ് തന്നെ വരും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ജില്ലയിൽ, ആ വിദ്യാഭ്യാസ ജില്ലയിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ കംപ്ലീറ്റ് ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമ്മുടെ സ്കൂളിൻ്റെ പേര് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വിദ്യാഭ്യാസ ജില്ല ഏതാണെന്ന് അറിയാത്തവരൊക്കെ നമ്മുടെ അധ്യാപകരോട്, നമ്മുടെ 7ാം ക്ലാസ്സിൽ പഠിച്ച അധ്യാപകനോട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനോട് ചോദിച്ചിട്ട് വിദ്യാഭ്യാസ ജില്ല, ഉപവിദ്യാഭ്യാസ ജില്ല ഏതാണെന്നൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് കൃത്യമായിട്ട് തന്നെ തെറ്റിക്കാതെ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇൻ ലാസ്റ്റ് ടേം എക്സാം ഇൻ 7th സ്റ്റാൻഡേർഡ്, 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്കിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ഇവിടെ അടിക്കാൻ വേണ്ടി പറഞ്ഞുള്ളത്. അത് നിങ്ങൾക്ക് തോന്നിയത് അടിക്കാൻ പറ്റില്ല. 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് വാങ്ങണം. എന്നിട്ട് അതിലുള്ള പെർസെൻറ്റേജ് എത്രയാണോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 55% കൂടുതൽ ഉണ്ടാവണം കേട്ടോ. മാർക്ക് ഷുഡ് ബി 55% ഓർ അബോവ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. SC ST വിദ്യാർത്ഥികൾക്ക് 50% മതി. നെക്സ്റ്റ്, ഇനി പ്രസൻറ്റ് സ്കൂൾ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്ന ആ ഡീറ്റെയിൽസ് കൊടുക്കാം. ജില്ല, വിദ്യാഭ്യാസ ജില്ല, സ്കൂൾ ഇൻ വിച്ച് പ്രസൻ്റ്ലി സ്റ്റഡി, ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നുള്ള സ്കൂളിൻ്റെ ആ ഒരു പേര് സെലക്ട് ചെയ്യുക. സ്കൂൾ ടൈപ്പ്, അത് ഗവൺമെൻറ് ആണോ എയ്ഡഡ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള നിങ്ങളുടെ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലെ അഡ്മിഷൻ നമ്പറും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. അഡ്മിഷൻ നമ്പറും കൊടുക്കണം. അതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഈ അഡ്മിഷൻ നമ്പർ ഒന്നും എൻ്റെ കയ്യിലില്ല, അപ്പം എന്ത് ചെയ്യും, അവിടെ നമ്മൾ സ്കിപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡേറ്റ് അങ്ങനെ പോകും. നമുക്ക് സമയം കുറവാണ് അല്ലേ. അതിന് മുൻപ് ഒക്ടോബർ 15-ാം തീയതിക്കുള്ളിൽ നമുക്ക് ഓൺലൈനിൽ എന്ത് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം, മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, എന്തൊക്കെ രേഖകൾ വേണം എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വരുമാന സർട്ടിഫിക്കറ്റൊക്കെ റെഡിയാക്കി മറ്റ് ആധാറിൽ തിരുത്തലുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ അഡ്മിഷൻ നമ്പർ കൊടുത്തു. പിന്നെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2-3 മീഡിയത്തിൽ, അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും കന്നഡയിലും ഒക്കെ ലഭിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാത്തിലും കിട്ടും. ഇവിടെ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത്, ഈ ഒരു മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടുക. ഇവിടെ നിങ്ങൾ മലയാളമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക.
ഓക്കെ. അതേപോലെ തമിഴാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ തമിഴിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് മീഡിയത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. എന്നിട്ട് വീണ്ടും സേവ് ആൻഡ് പ്രൊസീഡ് അടിക്കുന്നു. എന്നിട്ട് പ്രിവ്യൂ ആൻഡ് കൺഫർമേഷൻ. ഇനി കൺഫേം ചെയ്യാണ്. പ്രിവ്യൂ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും അങ്ങ് കാണിച്ചു തരും. അത് കാണിച്ചു തന്നിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ എന്ന് വളരെ സസൂക്ഷ്മം, നിങ്ങൾ ഒരാളല്ല 2-3 പേര് നോക്കണം. 2-3 പേര് ഇതിൽ എല്ലാ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഫൈനൽ കൺഫർമേഷൻ നടത്തുക. എന്നിട്ടേ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഒക്ടോബർ 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. സ്കൂളിൽ നിന്ന് ചെയ്യുന്നവർ അവർ ശ്രദ്ധിച്ച് ചെയ്തോളും. എന്നാലും അവർ പ്രിൻ്റ് ഔട്ട് തരും നിങ്ങൾക്ക്. ചിലപ്പോൾ അതൊക്കെ റെഡി ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ ചിലപ്പോൾ തരുമായിരിക്കും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായി. അപ്പോൾ പിന്നെ സ്കൂളുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അക്ഷയയിലും നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യും, അവർ ഇതേപോലെ പ്രിവ്യൂ കാണിച്ച് തരും. അല്ലെങ്കിൽ പ്രിവ്യൂ നിങ്ങൾ ചോദിക്കണം, കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കാണിക്കണേ എന്ന് പറയണം. ഞാനൊന്ന് നോക്കട്ടെ, എനിക്കിതൊന്ന് വെരിഫൈ ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. അത് ഒക്കെ അവിടെ എത്തിയിട്ട് അക്ഷയയിൽ പോയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഒക്കെ അവർ ചെയ്യുമ്പോൾ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇങ്ങനെ തംസപ്പ് ഇട്ടിട്ട് അവസാനം നിങ്ങളുടെ ഈ ഒരു അപേക്ഷ തള്ളിയിട്ടുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് വരുമ്പോൾ അപ്പോൾ പിന്നെ അക്ഷയയിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. സ്കൂളുകാരോട് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വേണം എന്ത് ചെയ്യാൻ, ഇതൊക്കെ റെഡി ആണോ എന്ന് നോക്കാൻ. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സ്കൂളുകാർ നിങ്ങളെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട് ചിലപ്പോൾ നിൽക്കുന്നത് ശരിയാണോ നോക്കാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് ഇത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാം. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് പറയാം, ഓക്കെ ഇത് നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇവനെന്താ ഭയങ്കര ജാടയാണല്ലോ, അഹങ്കാരമാണല്ലോ, നിങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. പാരൻസ് പറഞ്ഞോട്ടെ, പാരൻസ് ടീച്ചറോട് ചോദിക്കുക, അല്ല അത് കറക്റ്റായിട്ട് തന്നെയല്ലേ കൊടുത്തിട്ടുള്ളത്, അഡ്മിഷൻ രജിസ്റ്ററിലും ആധാറിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, കറക്റ്റ് അല്ലേ എന്നുള്ളതെന്ന് പാരൻസിനോടൊന്ന് ചോദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. അപ്പോൾ സ്കൂളുകാരെന്ത് ചെയ്യും, ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യും. അത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾ ക്വാളിഫൈഡ് ആയാലും നിങ്ങൾക്ക് പൈസ കിട്ടൂല, 12,000 കിട്ടൂല. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത് കേട്ടോ. നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നമ്മുടെ പൈസ എന്ത് ചെയ്യും, നമ്മുടെ സ്കോളർഷിപ്പ് എമൗണ്ട് നഷ്ടമാകരുത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 15 ആണ്. ഒക്ടോബർ 15-ാം തീയതിക്ക് മുമ്പ് എല്ലാവരും കറക്റ്റായിട്ട് അപേക്ഷ കൊടുക്കുക. നവംബർ 16-ാം തീയതി ആയിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് നേടിത്തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഫൈറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ QR കോഡ് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക. ആരെങ്കിലും ഇനിയും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അറിയാത്തതിൻ്റെ പേരിൽ, ഇങ്ങനെ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയാത്തതിൻ്റെ പേരിൽ ആർക്കും ഇത് കിട്ടാതെ പോകരുത്. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീക്കിലി ലൈവ് ക്ലാസ്സുകളും അതുപോലെ റെക്കോർഡഡ് വീഡിയോസും ലൈവ് ക്ലാസ് PDF നോട്ട്സും ഡെയിലി ക്യൂസസും എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല, വളരെ ഫ്രീ ആയിട്ടാണ് നമ്മളിത് ചെയ്തു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാന്നുള്ളത് എല്ലാവർക്കും സെറ്റായില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ.